ആ അള്ളാഹുവിന്റെ കലാമിനെ നാം അർഹിക്കുന്ന ബഹുമാനത്തിൽ നമ്മുടെ വീട്ടിലുണ്ടോ, നമ്മുടെ ഹൃദയത്തിലുണ്ടോ എങ്കിൽ ആര് മാറി മാറി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും ശരി, നമ്മുടെ മനസ്സിന്റെ സമാധാനം, നമ്മുടെ വീടിന്റെ സമാധാനം, നമ്മുടെ സ്വത്തിന്റെ സമാധാനം, നമ്മുടെ കുടുംബത്തിന്റെ സമാധാനം, നമ്മുടെ എല്ലാറ്റിന്റെയും സമാധാനം അത് ഖുർആനാണ്. അതുകൊണ്ട് മുത്തു മുഅ്മിനുകളെ, ഖുർആൻ നമ്മുടെ കയ്യിൽ യഥാവിധി ഉണ്ടോ? നമുക്കൊരിക്കലും ടെൻഷൻ ആവേണ്ട കാര്യമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഖുർആനിലിപ്പം പോയിട്ട് ഖുർആനിന്റെ എല്ലാ കാര്യങ്ങളും പറയാൻ നേരം കിട്ടും. ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം പറയാം. ഒന്ന്, റഈസു ആയിൽ ഖുർആൻ ആയത്തുകളുടെ നേതാവ്. റഈസു ആയിൽ ഖുർആൻ, ഖുർആൻ ആയത്തുകളുടെ നേതാവ്. നമ്മൾ നേതാവിനെ പറ്റി പറയാം. ഖുർആൻ ആയത്തിന്റെ നേതാവ് എന്ന് പറയുന്ന ആയത്ത് ഏതാ? അത് ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസി നബി മുഹമ്മദ് മുസ്തഫ. ആയത്തുൽ കുർസിയുടെ ശ്രേഷ്ഠത പറഞ്ഞിട്ട് കാണാം. ആയത്തുൽ കുർസി എന്ന് പറയുന്നത് അൽ ബഖറ സൂറത്തിലെ പ്രധാനപ്പെട്ട ആയത്താണ്. ഖുർആന്റെ നേതാവാണ്. എന്താണ് ആ നേതാവായ ആയത്തിന്റെ ഒരു പ്രത്യേകത? ആയത്തുൽ കുർസി അല്ലാഹു തആല പൂർത്തീകരിക്കപ്പെട്ടത് അല്ലാഹുവിന്റെ 18 പേരാണ് അതിൽ ആവർത്തിക്കപ്പെട്ടത്. അല്ലാഹ് എന്ന പേര് കൊണ്ട് തുടങ്ങിയിട്ട് അള്ളാഹുവിന്റെ പേര് വിവിധ അസ്മാഉൽ ഹുസ്നയിലെ വിവിധ പേര് പ്രത്യക്ഷമായും പരോക്ഷമായും മൗലവിമാർക്ക് മനസ്സിലാക്കാൻ ലാഹിറായും വമീറായും 18 പ്രാവശ്യം അള്ളാഹുവിന്റെ പേര് ഖുർആനിലെ ഒരായത്തിൽ ആവർത്തിക്കപ്പെട്ടത് ആയത്തുൽ കുർസി മാത്രമാണ്. നിങ്ങൾ നോക്കി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യു അൽ ഖയ്യൂം. ഒറ്റ ആയത്ത് ഓതിയപ്പോൾ തന്നെ അള്ളാഹിന്റെ 5 പേരായി ആയില്ലേ? ഇനി അവസാനത്തേക്ക് നോക്കിക്കോളി, വഹുവൽ അലിയുൽ അളീം. കണ്ടോ? 18 പ്രാവശ്യം അള്ളാഹുവിന്റെ പേര് ആവർത്തിക്കപ്പെട്ട് ക്രോഡീകരിക്കപ്പെട്ട ഒരേ ഒരായത്ത് ഖുർആനിലുള്ളത് ആയത്തുൽ കുർസി മാത്രമാണ്. ഈ ആയത്തുൽ കുർസി നമ്മളെല്ലാവരും ഇന്ന് ശ്രദ്ധിക്കണം. മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ പേടി, ഇങ്ങനെ പേടി. എന്ത് പേടിക്കാൻ? ആയത്തുൽ കുർസി നമ്മൾ കൈമുതലാക്കണം. സാധാരണ ജീവിതത്തിൽ 11 പ്രാവശ്യം ആയത്തുൽ കുർസി പാരായണ പതിവ് നമുക്കുണ്ടാവണം. അതേതാണ് 11 പ്രാവശ്യം? 5 നേരം നമ്മുടെ പള്ളിയിൽ നിന്ന് വാങ്കുകൾക്കും ആ വാങ്ക് കേട്ടിട്ട് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ ആ ദുആ അവസാനിപ്പിക്കുമ്പോൾ അതിന്റെ കൂടെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ഒരായത്തുൽ കുർസി. അപ്പൊ 5 നേരമാകുമ്പോ എത്രണ്ണായി? 5 എണ്ണായി. ഫറള് നിസ്കാരത്തിന് പ്രത്യേകിച്ചും ഏതൊരു ഫറള് നിസ്കരിക്കുന്നോ, ഫറള് നിസ്കാരം കഴിഞ്ഞാൽ അവിടെ തന്നെ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരായത്തുൽ കുർസി. അപ്പൊ എത്രയായി? 5 5 10. രാത്രി ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ ഒരായത്തുൽ കുർസി. അപ്പൊ എത്രയായി? 11. 11 ആയത്തുൽ കുർസിയുടെ പതിവ് നമുക്കുണ്ടോ? വലഭാഗത്ത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മലക്ക് എല്ലാ ദിവസവും നമ്മുടെ റെക്കോർഡിൽ 11 ആയത്തുൽ കുർസി എഴുതി വെക്കുന്നുണ്ടോ? അവന്റെ കാവൽ അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മാത്രമല്ല, നമ്മളൊക്കെ ഇപ്പൊ വീട് പൂട്ടി പോന്നിട്ടില്ലേ? ഇല്ലേ? വീട് പൂട്ടി പോന്നിട്ടില്ല. ഇനിയിപ്പോ എല്ലാ കള്ളന്മാര് വന്നാൽ അതന്നെ അല്ലേ? നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ചാവി, ആ ചാവി ഇങ്ങനെ ആ വാതിലിന് ചാവി ഇട്ടിട്ട് പൂട്ടിപ്പോരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാരെ, നമ്മുടെ വീട്ടിലേക്ക് ഒരു കള്ളനോ ഒരു കൊള്ളക്കാരനോ ഒരാളും നമ്മുടെ വീട്ടിലേക്ക് അങ്ങോട്ട് കടക്കുകയില്ല. എന്തേ? ആ ചാവി ഇട്ടിട്ട് വാതിൽ ഇങ്ങനെ പൂട്ടുമ്പോൾ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ആയത്തുൽ കുർസി ഓതിക്കൊണ്ട് നിങ്ങൾ നിങ്ങളെ വീട് പൂട്ടി നോക്കൂ, ഒരു കള്ളനും അത് തുറക്കുകയില്ല. പക്ഷെ ഞമ്മക്ക് ഖുർആൻ പറഞ്ഞതിൽ നമുക്ക് വിശ്വാസമാണ്. ഞമ്മക്ക് ഇന്നതിന് ആ വിശ്വാസം ഉണ്ടോ?
ഞമ്മക്ക് ഉണ്ട് എന്ന് പറയാന്നല്ലാതെ നമ്മളിതൊരു അതാ അതിനാണ് നമുക്കുള്ള ഖുർആൻ പറഞ്ഞത്. മുത്തുനബി പറയുന്നത് വഹയിന്റെ നാവുകൊണ്ടാണ്. അതാണ് കിതാബിൽ രേഖപ്പെട്ട് കിടക്കുന്നത്. സഹോദരിമാരെ, നബിതങ്ങൾ എങ്ങനെയാണ് ആയത്തുൽ കുർസിയെ എടുത്തത്? അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ബീവി ഫാത്തിമത്തു സഹ്റ, ഫാത്തിമത്ത് ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചു അലി റളിയല്ലാഹു അൻഹു. അല്ലേ? അലിയാർ റസൂലുള്ളാഹിനെ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പ് ഫാത്തിമൂനെ പലരും കല്യാണം ആഗ്രഹിച്ചിരുന്നു. മുത്തുനബിന്റെ മോളല്ലേ, ഞാൻ കല്യാണം കഴിക്കാൻ പലരും ആഗ്രഹിച്ചതാ. പക്ഷെ നബിതങ്ങൾ ഫാത്തിമൂനെ വിവാഹം ചെയ്യാൻ തെരഞ്ഞെടുത്ത പുതിയാപ്പള ആരാണ്? അത് അലി റളിയല്ലാഹു അൻഹു. അലിയാര് പുതിയാപ്പളയായിട്ട് റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് വന്നു. സാധാരണഗതിയിൽ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ മണവാട്ടിയായിട്ട് പെണ്ണ് പുതിയാപ്പളുടെ കൂടെ പോലെ അല്ലേ? അല്ലാഹു റബ്ബി, എന്തൊരു സന്തോഷമാണ്. ഉമ്മ അതുപോലെ തന്നെ ഉമ്മാമ എന്നല്ല ഇവിടെ പറയാതെ വല്യമ്മ, ഉമ്മ ഉണ്ടാകും, ഉമ്മാമ ഉണ്ടാകും, അമ്മായി ഉണ്ടാവും, പിന്നെ അങ്ങനെ അളാമ മൂത്തമ്മ ആരെല്ലാം ആണ് മോളെ മാറ്റി കൊടുക്കാൻ, ഒരുക്കി കൊടുക്കാൻ, പൂജൂടി കൊടുക്കാൻ എല്ലാ ആളുണ്ടാവും അല്ലേ? എന്തൊരു സന്തോഷമാണ്. എന്നാൽ നമ്മളൊന്ന് മനസ്സിലാക്കുക, നബി മുഹമ്മദ് റസൂലുള്ളാഹ് മുത്തുനബിയുടെ പുന്നാര മകൾ ബീവി ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ വീട്ടിൽ നിന്ന് അലിയാറെ കൂടെ മണവാട്ടിയായിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ഉമ്മ എന്ന് വിളിക്കാൻ ഖദീജ ബീവി ജീവിച്ചിരിപ്പില്ല. ഉമ്മമ്മ എന്ന് വിളിക്കാൻ ഒരു വല്യമ്മ ജീവിച്ചിരിപ്പില്ല. അമ്മായിയെ എന്ന് വിളിക്കാൻ റസൂലുള്ളാഹിക്ക് ഒരു പെങ്ങളപ്പ ജീവിച്ചിരിപ്പില്ല. ഇത്ത എന്ന് വിളിക്കാൻ ഒരു ജ്യേഷ്ഠത്തി ജീവിച്ചിരിപ്പില്ല. ഇക്കാക്ക എന്ന് വിളിക്കാൻ ഒരു ആങ്ങള ജീവിച്ചിരിപ്പില്ല. എങ്ങനെയാണ് ഫാത്തിമ വീട് വിട്ടിറങ്ങുന്നത്? അള്ളാഹുവിന്റെ റസൂല് മാത്രമാണ് എല്ലാറ്റിനും ഉള്ളത്. നബി മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ അലിയാരെ വിളിച്ചിട്ട് ചെവിയിൽ ഒരു സ്വകാര്യം പറഞ്ഞു, മോനെ അലിയെ, ഫാത്തിമ ഇപ്പൊ നിന്റെ കൂടെ വന്നോട്ടെ. ഫാത്തിമോനോട് നീ ഇപ്പൊ ഒന്നും ചോദിക്കണ്ട, ഫാത്തിമോനോട് നീ ഒന്നും പറയണ്ട, നീ ഫാത്തിമോനെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോയിക്കോ, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം എന്ന് മുഹമ്മദ് മുസ്തഫ. എന്തിനാ റസൂലുള്ളാഹി പറഞ്ഞത്? വലിയ കരച്ചിലും ദുഃഖവുമായിട്ടുള്ള സമയത്ത് ആദ്യ ഇടപെടലിൽ തന്നെ ഒരു വിഷമം വരണ്ടാന്ന് വിചാരിച്ചിട്ട് റസൂലുള്ളാഹി സമാധാനിപ്പിച്ച് രണ്ടാളെയും യാത്രയാക്കി. കുറച്ച് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വീട്ടിൽ ചെന്നിട്ട് രണ്ടാളിങ്ങനെ ഇരിക്കുന്ന മധ്യേ റസൂലുള്ളാഹി നടുവിലിരുന്നു. ഫാത്തിമ ഒരു ഭാഗത്തും അലിയാർ ഒരു ഭാഗത്തും, രണ്ടാൾ ചുമരിലും ഇങ്ങനെ കൈവച്ചുകൊണ്ട് നബി തങ്ങൾ രണ്ടാളെയും പറഞ്ഞ് ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ച് സന്തോഷിപ്പിച്ച് അവർ രണ്ടുപേരെയും നല്ല സന്തോഷത്തിന്റെ കൽബോട് കൂടെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നബി മുഹമ്മദ് റസൂലുള്ളാഹ് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഫാത്തിമ ഗർഭിണിയായി. ആദ്യത്തെ ഗർഭമുണ്ടാക്കണ ആദ്യത്തെ പ്രസവം ഉണ്ടാക്കി. അത് നമ്മളെ നാട്ടിലൊക്കെ വലിയ ആഘോഷമാണ്. ഇവിടെ അങ്ങനെ തന്നെ ആദ്യത്തിന് പ്രസവിച്ച് നടപ്പായ പിന്നെ അതിനൊരു സംഗതിയില്ല അല്ലേ? അമ്മ എത്രാമത്തതാന്ന് വെച്ച് 7-മത്തതാണ്. എന്നിട്ടെന്തല്ലായി പ്രസവിച്ച് എന്താ കുട്ടി ആൺകുട്ടി അറിയുള്ളൂ. ആദ്യത്തേതാകുമ്പോ അതിന് ഭയങ്കര ഡിമാൻഡ്. എന്തെല്ലാം സംഗതി നമ്മളെ നാട്ടിലെ അതിന് പല സംഗതി. ഇവിടെ നമ്മളിലേറെ കൂടുതലായി. അല്ലാ, ഇവിടെ എങ്ങനെ അറിയി താമസിക്കുന്ന നാട്ടുകാരെങ്ങൾ അല്ല. അല്ലാഹു റബ്ബി, ഞാൻ ഇന്നാൾ കോഴിക്കോട്ട് അവിടെ ഒരു ക്ലാസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നാസ്ത അയക്കാൻ വേണ്ടിയിട്ട് ഒരു പരിയെ കൂട്ടിക്കൊണ്ടേ കല്യാണം കഴിഞ്ഞ അവസ്ഥ അത് അറയൊന്ന് കാണാം. യാ റബ്ബ്, അറ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ എന്തെല്ലാം സംഗതി അറിയില്ല. ഞാൻ വേഗം പോന്നു. എനിക്ക് ദേഷ്യം പിടിച്ചു. കാരണം ഇതെല്ലാം ആദ്യം അറിയുന്നതാണെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് കല്യാണം കഴിച്ചാൽ മതി. ഇതിപ്പോൾ 10 പേരെ കുട്ടികളാണ്. ഇപ്പം അറ കണ്ടിട്ട് എന്താ കാര്യം? അല്ല, നിങ്ങൾ പറഞ്ഞ ദേഷ്യം പിടിക്കില്ല, നിങ്ങൾ ആലോചിച്ചു. അപ്പോൾ ഇപ്പം 10 പേരെ മക്കളായി. 3 പെൺകുട്ടികളെ കല്യാണം കഴിച്ച്, ഒരു ആൺകുട്ടി കല്യാണം കഴിച്ചല്ലോ. അപ്പോൾ അൽഹംദുലില്ലാ മക്കളൊക്കെ അല്ലാഹു നന്നാക്കി തരണം. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ആറേയും സംഗതിയിലായിട്ട് എന്തെല്ലാം സംഗതികളാണ്. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സുബ്ഹാനല്ലാഹ് അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഫാത്തിമൂന് ഭക്ഷണത്തിന് കൊടുക്കാൻ കഴിവില്ലാതെ വിഷമിച്ചു. അലിയാർക്ക് ജോലിയില്ല. നമ്മളെ പല ഗൾഫ് സുഹൃത്തുക്കളെ ഇപ്പൊ കാണല് ഇങ്ങനെ
അവൾ ഗൾഫിൽ നിന്ന് വന്നു, ഇവിടോട്ട് ജോലിയില്ല, ഇങ്ങനെ വിഷമിക്കുന്ന ആളുകൾ. നിലവിലുള്ള ജോലി കൊറോണ സമയത്ത് അസ്തമിച്ചു, ഇപ്പൊ ഇല്ല. അങ്ങനെ എത്ര ആളുണ്ട് ജോലി ഇല്ലാതിരുന്ന് നോക്കണ്ടേ? അതിന്റെ വിഷമം അറിയണമെങ്കിൽ നമ്മുടെ കയ്യിലൊരു വരുമാനം കിട്ടണ്ടേ? യാ റബ്ബ്, നമുക്കൊരു പക്ഷേ സഹിക്കാം, നമ്മുടെ ഭാര്യക്ക് അത് പറ്റുമോ? ഇനി ഭാര്യയും നമ്മൾ മനസ്സിലാക്കി നമുക്ക് സഹിക്കാം, നമ്മളെ ചെറിയ മക്കൾക്ക് അത് സാധിക്കുമോ? മക്കൾക്ക് ഭക്ഷണം കിട്ടണ്ടേ, മക്കൾക്ക് ആഹാരം കിട്ടണ്ടേ? അവർക്ക് ഇതൊന്നും അറിയില്ല. അവർക്ക് പെരുന്നാളിന് പുതിയ വസ്ത്രം കിട്ടണം, അവർക്ക് പെരുന്നാളിന് ചെരുപ്പ് കിട്ടണം, അതല്ലേ അറിയുള്ളൂ. അപ്പൊ ഒരാളെ വിഷമത്തിനുണ്ടാവും. ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയുമായുള്ള ദാമ്പത്യ ജീവിതത്തിൽ ഇടയ്ക്ക് ദാരിദ്ര്യം വന്ന് കഷ്ടപ്പെട്ടു. അവസാനം അലിയാരി ജോലി അന്വേഷിച്ചിറങ്ങി. മദീനത്ത് ജോലി അന്വേഷിച്ചിറങ്ങി. റസൂലുള്ളാഹിന്റെ പുതിയാപ്പളയാണ്. ജോലി അന്വേഷിച്ചിറങ്ങി, എവിടെയും ജോലി കൊടുക്കാനും ജോലി വേണ്ടേ? അവസാനം അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മലമുകളിൽ കുറച്ചൊരു ഉയരമുള്ള സ്ഥലത്ത് അവിടെ കുറച്ച് ചെറിയ വീടുകൾ കാണുന്നുണ്ട്. ആ വീടിന്റെ മുറ്റത്ത് കുറച്ച് മണ്ണൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടത് കണ്ടപ്പോൾ അവിടെ ഒരു വീടിന്റെ നിർമ്മാണം നടക്കുകയാണോ എന്ന് തോന്നി. അലി റളിയല്ലാഹു അൻഹു ആ മല കയറിയിട്ട് ചെന്നു. അപ്പൊ നോക്കുമ്പോൾ അവിടെ ഒരു സഹോദരിയുണ്ട്, കുറച്ച് പ്രായമുള്ള ഒരു ഉമ്മ. ആ ഉമ്മാനോട് ചോദിച്ചു, ഇവിടെ എന്താണ്? അപ്പൊ പറഞ്ഞു, ഞങ്ങൾ വീടിന്റെ പണി നടക്കാണ്, പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ വെള്ളമില്ല. ഈ മല ഇറങ്ങിയിട്ട് താഴെ കുറെ അങ്ങോട്ട് എത്തിയിട്ട് അവിടെ വെള്ളമുണ്ട്. ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് അത് ഇവിടെ എത്തിക്കണം, എന്നെങ്കിലേ വെള്ളം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് വെള്ളമില്ലാത്തത് കൊണ്ട് നിർത്തിവെച്ചതാണ്. വെള്ളം കോരുന്ന ജോലിയുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വെള്ളം കോരിക്കൊള്ളാം. അപ്പൊ ആ ഉമ്മ പറഞ്ഞു, താഴെ പോയിട്ട് ഒരു കൊട്ട വെള്ളം, ഒരു ബക്കറ്റ് വെള്ളം കോരിയിട്ട് ഇവിടെ എത്തിച്ചു കൊടുത്താൽ ഒരു കാരക്കയാണ് കൂലി. നമ്മൾ മനസ്സിലാക്കണം, ഒരു കാരക്കയാണ് കൂലി. അലി റളിയല്ലാഹു അൻഹു പോയിട്ട് വെള്ളം കോരി. ഏഴ് പാത്രം വെള്ളം ഇങ്ങനെ അടിയിൽ നിന്ന് വലിയ ആലാത്തിന്റെ കയറിങ്ങനെ വലിച്ചിട്ട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ആ ബക്കറ്റും തൂക്കിയിട്ട് വന്നിട്ട് ഇവിടെ എത്തിച്ചപ്പോൾ 7 എണ്ണമായപ്പോഴേക്കും അലി തങ്ങളുടെ കൈ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങി. അപ്പോൾ ആ ഉമ്മയോട് അലിയാര് പറഞ്ഞു, ഇനി എനിക്ക് കഴിയില്ല. ആ ഉമ്മ 7 കാരക്ക കൊടുത്തു. 7 കാരക്ക ഉമ്മ കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ആ 7 കാരക്കയുമായിട്ട് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ വന്ന് ഏൽപ്പിച്ചപ്പോൾ, ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, ആ 7 കാരക്ക അവർ 7 ദിവസമാണ് ഭക്ഷണമായി ഉപയോഗിച്ചത്. ആ കാരക്ക ഇങ്ങനെ കീറിയിട്ട് ഒരു കീറ് അലിയാർ തങ്ങളും ഒരു കീറ് ഫാത്തിമയും, അങ്ങനെയാണ് അവർ ജീവിച്ചിട്ടുള്ളത്. നമുക്കിന്ന് ചെറിയൊരു സൽക്കാരം വേണ്ട, സാധാരണ വീട്ടിൽ തന്നെ ഒരു ചോറ് മാത്രമേ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പൊക്കെ 3 ചോറ്, ഒന്ന് മന്തി, ഒന്ന് കുഴിമന്തി, പിന്നെന്താ എന്തെല്ലാം മന്തിയാന്നുള്ളാകുമായിരുന്നു. പണ്ടല്ലേ നമ്മളെ കേരളത്തിൽ കൂടെ ഇങ്ങനെ നാട്ടിൽ കൂടെ നടന്നു പോയാൽ ഹോട്ടൽ നെയ്തി വെച്ചാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഭക്ഷണം കിട്ടും. ഹോട്ടൽ നെയ്തി വെച്ചാൽ ചൂടുള്ള ഭക്ഷണം കിട്ടും. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ചൂട് തന്നെ അല്ലേ, ചൂടുള്ള ഭക്ഷണം കിട്ടും. ഹോട്ടലിൽ കയറിയിട്ട് തണുത്തത് കഴിക്കേണ്ട കാര്യമല്ല, അതിന് കൂൾ ബാറിൽ കയറാൻ വേണ്ടി. അപ്പോ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹോട്ടലിന്റെ അവിടെ ഇങ്ങനെ മുഴുവൻ പേര് എഴുതി വെച്ചിരിക്കുക. റോട്ടിൽ ഇങ്ങനെ നടന്നു. അല്ലാഹു, ഞാനിങ്ങനെ ഒരു ഹോട്ടലിൽ നോക്കുമ്പോ ആദ്യത്തെ പേര് നോക്കുമ്പോ കാന്താരി ചിക്കൻ. അത് കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് അടുത്തത് നോക്കാൻ തന്തൂരി ചിക്കൻ. നമുക്ക് പണ്ട് കുഞ്ചുക്കുറുപ്പ് പറഞ്ഞ മാതിരി ഇപ്പൊ ഏതാ ബസ് വരാനുള്ളത്? അപ്പൊ കുഞ്ചുക്കുറുപ്പിനോട് ഒരാൾ പറഞ്ഞ നമുക്ക് ഒരു ഫാസ്റ്റ് പാസഞ്ചർ വരാണ്ട്, ആയിക്കോട്ടെ വേറെ ഏതാന്ന്, ഇപ്പൊ ഒരു എക്സ്പ്രസ് വരാണ്ട്, അല്ല വേറെ ഏതെങ്കിലും ബസ് ഉണ്ടോന്ന് വെച്ചു. ഇപ്പൊ ലിമിറ്റഡ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പൊ മൂപ്പര് വെച്ച് അല്ലെന്ന് കൈ കാണിച്ചാൽ നിർത്തുന്ന ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ എന്ന പോലെ നമുക്ക് ഇവിടെ നാട്ടിൽ കേട്ട് പരിചയമുള്ള വല്ല ഭക്ഷണം അതിപ്പോ ഹോട്ടലിന്റെ ഇതിലൊന്നും എഴുതി വെച്ചിട്ടില്ല അല്ലേ? അത്രയധികം മാറ്റം വന്നു. ഏതാണ് ഭക്ഷണം വേണ്ടത്? കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പെണ്ണ്, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയൊരു പിണക്കം. അങ്ങനെ പിണങ്ങിയിട്ട് ഇടയ്ക്ക് ഞാനവിടെ കുറെ മഹല്ലത്തിൽ ഇങ്ങനെ ആകുന്നത് കൊണ്ട് ഇടയ്ക്ക് ഈ പിണക്കം നന്നാക്കാനുള്ള കേസ് വരും. ഭയങ്കര രസമാണ് കേസ് കേൾക്കാൻ. അതല്ലേ, അപ്പം നോക്കുമ്പോ ഈ കേസ് ഉണ്ടായാൽ നമ്മളീ പെണ്ണുങ്ങളുണ്ടല്ലോ, ഒരു നമ്മളെ പോണ സമയത്ത് ഗരാവോ ചെയ്യുമല്ലോ. അല്ലാഹു നമ്മളെ പെണ്ണുങ്ങൾക്ക് ഖൈറ് കൊടുക്കാം. നല്ല നിൽക്കായ ഇവരെല്ലാം നല്ല ആൾക്കാർ, തെറ്റിയാലുണ്ടല്ലോ ഇവരെയും കൊണ്ട് കുടുങ്ങിയത് തന്നെ. അല്ലാഹു റബ്ബി, അതുകൊണ്ട് നിങ്ങൾ ആരും പെണ്ണുങ്ങളോട് തെറ്റാൻ നിൽക്കരുത്. നല്ല നിൽക്ക് സോപ്പിട്ട് ഒപ്പിച്ചിട്ട് ഇങ്ങനെ പോകാന്നല്ലാണ്ട് കുലുമാലിന് നിൽക്കാൻ പറ്റില്ല. പിന്നെ പെണ്ണുങ്ങൾ ദേഷ്യപ്പെട്ടാൽ ആണുങ്ങൾ ഒന്ന് ക്ഷമിക്കുക, അതാ നല്ലത്. പിന്നെ പെണ്ണുങ്ങൾ ദേഷ്യപ്പെടണമെന്ന് ഒന്ന് നമ്മൾ ആലോചിക്കാം. മിക്കവാറും ഒക്കെ ദേഷ്യം വരുന്നത് സുബഹി നിസ്കരിക്കാത്ത ദിവസമായിരിക്കും.
കാരണം ആയത്തുൽ കുർസിയും ഇല്ല, നിൽക്കാറുമല്ല, ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇബ്ലീസ് പോലെ കൂടെ കൂടുന്നത്. അപ്പം നമ്മളൊന്ന് ക്ഷമിച്ചാൽ മതി. അള്ളാഹു പെണ്ണുങ്ങളെ ആണുങ്ങളെയൊക്കെ നന്നാക്കട്ടെ. അത് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷയത്തിന് നിൽക്കേണ്ട പെണ്ണുങ്ങളെ. അപ്പോൾ പെണ്ണുങ്ങൾ നാളെ കേസ് പറയാൻ വേണ്ടി വന്നു. ഇപ്പോൾ ഭയങ്കര സംസാരം, അങ്ങനെ ഉണ്ടാവും ചില ഭയങ്കര സംസാരം. അപ്പോൾ ഈ ഇയാൾ പറഞ്ഞു, ഉസ്താദെ ഇവളിങ്ങനെ പറയാന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യുക? അവളെ കാര്യം ഞാൻ ഒഴിവാക്കി കൊടുത്തോളാം, എനിക്ക് നഷ്ടപരിഹാരം തന്നാൽ മതി. അപ്പൊ ഇവളും എണീച്ചിട്ട് പറഞ്ഞു, നഷ്ടപരിഹാരം നിങ്ങൾക്കല്ല തന്നെ, നിങ്ങളെ കൂർക്കമ്പലി സഹിച്ചിന് എനിക്കാ കിട്ടേണ്ടത്. തമ്മിൽ തെറ്റിയപ്പോഴാണ് ഇത് വിഷയമായത്. തെറ്റിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ പെണ്ണുങ്ങൾക്ക് ഉറക്കം വരണമെങ്കിൽ മൂപ്പര വലി ഇങ്ങനെ ഒരു മ്യൂസിക്കായിട്ട് ഇങ്ങനെ നടക്കണം, അപ്പോഴേ ഒക്കെ ഉറക്കം വരുള്ളൂ. തീരെ വലിച്ചിട്ടില്ലെങ്കിൽ ഇതെന്താ പ്രശ്നം, ഒച്ച ഒന്നും കേൾക്കുന്നില്ലല്ലോ, വല്ലതും പറ്റിയോ എന്ന് തോന്നിപ്പോ. ഇതിപ്പോ കുഴപ്പമായി നോക്കുമ്പോൾ നഷ്ടപരിഹാരം കിട്ടേണ്ട രൂപത്തിൽ അങ്ങോട്ടാ പോകണം. ഇല്ലേ യാ റബ്ബേ, ഹബീബായ മുഹമ്മദ് മുസ്തഫ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിന്റെ സുഖങ്ങളും സന്തോഷങ്ങളും സൗകര്യങ്ങളും മാത്രം നോക്കുന്ന ഒരു കാലത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കിയിട്ട് ഫാത്തിമ കൂടെ നിൽക്കുകയാണ്. ഒരു ഡിമാൻഡുകളുമില്ല. എന്തൊരു സ്നേഹമാണെന്നറിയോ? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ എപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തു പോയോ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീട്ടിന്റെ മുറ്റത്തെത്തുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വീട്ടിലേക്ക് മിണ്ടാതെ അങ്ങോട്ട് കയറി ചെല്ലലല്ല. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ വീട്ടിന്റെ മുറ്റത്തെത്തിയിട്ട് എപ്പോൾ വീട്ടിലേക്ക് സലാം പറഞ്ഞോ ഫാത്തിമ ഏത് തിരക്കാണെങ്കിലും ഓടി വന്നിട്ട് ഫാത്തിമ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചിട്ട് ഒന്ന് ചുംബിച്ചുകൊണ്ട്, ബഹുമാനപ്പെട്ട അലി തങ്ങളെ കൈ ചുംബിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറ്റുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഏത് സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോയാലും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടുകാരോട് ഞാനൊരു അസ്സലാമു അലൈക്കും എന്ന് ഫാത്തിമയോട് പറയുമ്പോൾ ഞാൻ സലാം കേൾക്കുമ്പോ തന്നെ ഫാത്തിമ ഓടി വന്നിട്ട് എന്റെ കൈ ഇങ്ങനെ ചുംബിച്ചുകൊണ്ടല്ലാതെ ഒരിക്കൽ പോലും ഫാത്തിമ എന്നെ വീട്ടിലേക്ക് കയറ്റിയിട്ടില്ല. ഏത് സമയത്താണെങ്കിലും ഫാത്തിമ ബഹുമാനപ്പെട്ട അലി തങ്ങളെ കൈ ഒന്ന് ചുംബിച്ചിട്ട് വീട്ടിലേക്ക് കയറ്റുകയാണ്. നോക്ക് നിങ്ങൾ, അവർ തമ്മിലുള്ള ഒരു സ്നേഹബന്ധം, അതല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ ബീവിയുമുള്ള ഉമ്മയും ഉപ്പയും ആ സ്നേഹ ജീവിതം കാണുകയാണ്. രണ്ട് മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. ഉമ്മ എപ്പോഴും വാപ്പയെ ബഹുമാനം പറയണം, വാപ്പ എപ്പോഴും ഉമ്മയെ സംബന്ധിച്ച് സ്നേഹം പറയണം. അതാണ് അലി തങ്ങൾ പഠിപ്പിക്കുന്നത്. എപ്പോഴും ഭാര്യ ഭർത്താവിനെ സംബന്ധിച്ച് ബഹുമാനം പറയണം, ഭർത്താവ് എപ്പോഴും ഭാര്യയെ സംബന്ധിച്ച് സ്നേഹം പറയണം. മക്കളെ വാപ്പയാണ് കേട്ടോ, മക്കളെ ഉപ്പയാണ് കേട്ടോ, ഉപ്പാനെ പണക്കരുതേ, ഉപ്പാനെ ദേഷ്യം പിടിപ്പിക്കരുതേ എന്നിങ്ങനെ എപ്പോഴും ഭാര്യമാർ ഭർത്താക്കന്മാരായ പിതാക്കളെ പറ്റിയിട്ട് നല്ലത് പറഞ്ഞു കൊടുക്കണം. അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന സദഖ റസൂലുള്ളാഹി. സ്വർഗത്തിന്റെ നടുവിലെ വാതിലാണ് വാപ്പ എന്ന് മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്, അതിൽ നടുവിലുള്ള വാതിലാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന. മക്കളെ, സ്വർഗത്തിന്റെ പ്രധാന ഗേറ്റാണ് ഉപ്പ എന്ന് എപ്പോഴും ഉമ്മ വാപ്പാനെ പറ്റി പറഞ്ഞു കൊടുക്കണം. വാപ്പയോ അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മയുടെ കാലടിക്കീഴിലാണ് സ്വർഗമെന്ന് വാപ്പ എപ്പോഴും ഉമ്മാനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കണം. ഞങ്ങളെ മലപ്പുറത്തൊക്കെ സന്തോഷത്തിൽ പറയുമ്പോൾ ഉമ്മ ഉപ്പ എന്നൊക്കെ പറയും, തെറ്റിയിട്ട് പറയുമ്പം ആ തള്ള തന്താന്നാ പറയാം. ഇവിടെ എങ്ങനെ പറയും? അങ്ങനെ തന്നെ പേരില്ലാന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, ഞാൻ അങ്ങനെയാണ് പോയിക്കോളാം. രാവിലെ പൊരിയിൽ അടുക്കളയിൽ കുറച്ച് തിരക്കുള്ള സമയമാണ്, നമ്മളൊന്ന് ശ്രദ്ധിക്കണത് നല്ലതാണ്. ഒരു കുട്ടിക്ക് SLC, ഓക്ക് സ്പെഷ്യൽ ക്ലാസ്സിന് പോകേണ്ട തിരക്ക് അല്ലേ? മറ്റേ കുട്ടി LKG, ഓക്ക് കുപ്പായം മാറ്റി കൊടുക്കണം. ഈ LKGന്റെ കുട്ടിക്ക് കുളിപ്പിക്കണം, ഡ്രസ്സ് മാറ്റണം, ഷൂ ഇട്ട് കൊടുക്കണം, സ്നേഹം കെട്ടി കൊടുക്കണം. ഇപ്പം കുടിക്കാനുള്ളത്, ബസ് കയറുമ്പോൾ കുടിക്കാനുള്ളത്, അവിടെ ഇറങ്ങിയിട്ട് കുടിക്കാനുള്ളത്, പിന്നെ അവിടെ എത്തിയിട്ട് കുടിക്കാനുള്ളത്, ഇതെല്ലാം കൂടി ഉണ്ടാക്കണം. അതിൻ്റെ ഇടയ്ക്ക് ആണുങ്ങൾ നമ്മളല്ലേ, നമുക്ക് കട്ടൻ ചായ കിട്ടായിട്ട് നമ്മൾ ഈസ്റ്റ് വെസ്റ്റ് നടക്കാൻ തുടങ്ങി കിടപ്പായി. ഇതിൻ്റെ എല്ലാം ചെയ്തു തരേണ്ടതാരാ? ഈ പെണ്ണുങ്ങളെ ഈ ചെറിയ 2 കൈ കൊണ്ട് ഉണ്ടായി കിട്ടേണ്ടത് അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് രാവിലെ കുറച്ച് തിരക്കുണ്ടാവും.
അല്ലേ? വീട്ടിൻ്റെ അടുക്കളയിൽ ഒരു തിരക്കാണ്. അപ്പോൾ ആണുങ്ങൾക്കും നന്നു കുട്ടികളെ വിളിച്ചോണത്താൻ നല്ല നിരക്ക്. എന്നിട്ട് മക്കളെ ഒന്ന് കുളിപ്പിച്ചു കൊടുക്കുക, ഒരു ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. അതൊക്കെ വാപ്പാർക്ക് ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല, നല്ല കാര്യങ്ങളാണ് അതൊക്കെ. ഉമ്മാനൊന്ന് സഹായം ചെയ്തു കൊടുക്കുക. അല്ലാഹു റബ്ബി. അങ്ങനെ ഉമ്മാനെ സംബന്ധിച്ച് എപ്പോഴും വാപ്പയെ സംബന്ധിച്ച് എപ്പോഴും ഉമ്മ. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ബഹുമാനം അത് പറഞ്ഞു കൊടുക്കണം. ഒരിക്കലും കുറ്റപ്പെടുത്തി പറയരുത്. നിങ്ങളെ വാപ്പാനെ കൊണ്ടാണ് ഇതൊക്കെ കുഴപ്പമായത്, നിങ്ങളെ ഉപ്പാനെ കൊണ്ടാണ് ഇതൊക്കെ നാശായത് എന്നൊരിക്കലും ഒരു ഉമ്മ പറയരുത്. ഉമ്മാനെ കൊണ്ടാണ് ഈ കുഴപ്പം മുഴുവായത് എന്നൊരിക്കലും ഒരു വാപ്പ പറയരുത്. കുട്ടികളോട് തീരെ അങ്ങനെ സംസാരിക്കാൻ പാടില്ല. കുട്ടികൾക്ക് എപ്പോഴും വാപ്പയും ഉമ്മയും വലിയ ബഹുമാനത്തിൽ നിൽക്കണം. അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ അലി റളിയല്ലാഹു അൻഹുവിന്റെ കഥയിലേക്ക് വരാം നമുക്ക്. അലിയാരും ഫാത്തിമയുമുള്ള ഇണജീവിതത്തിൽ ഫാത്തിമ ഗർഭിണിയായി. സുബ്ഹാനല്ലാഹ്, ആദ്യത്തെ പ്രസവം വരുമ്പോ എന്തെല്ലാം സന്തോഷങ്ങളാണ്. നെയ്യപ്പം, കുയ്യപ്പം, പിന്നെന്താ ഇടിയപ്പം. അല്ലാഹു റബ്ബി, എന്തെല്ലോ അപ്പങ്ങളാണ് ആദ്യത്തെ പ്രസവത്തിന്. യാ റബ്ബേ, പല സംഗതികളുണ്ട്. എന്നാൽ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ഗർഭിണിയായപ്പോൾ ഉമ്മയുണ്ടോ, വല്യമ്മയുണ്ടോ? ആരാ സന്തോഷിപ്പിക്കാനത്? എല്ലാ സ്ഥാനത്തും മുഹമ്മദ് മുസ്തഫ നബിതങ്ങളല്ലേ ഉള്ളൂ. ഫാത്തിമയുടെ ഗർഭം കുട്ടി ഇങ്ങനെ വളർന്ന് വലുതായി വരുമ്പോൾ ഒരു ദിവസം നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമൂന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നബിതങ്ങൾക്ക് മനസ്സിലായി ഫാത്തിമൂന് പ്രസവത്തിന്റെ വേദന തുടങ്ങുന്നുണ്ട്. ഇപ്പോഴാണ് വെച്ചാൽ നമ്മൾ അപ്പോഴേക്ക് കൊണ്ടുപോയി ഇല്ലേ, 1-ാം മാസം പരിശോധന, 2-ാം മാസം പരിശോധനയോട് പരിശോധന. ഡോക്ടർമാരെല്ലാം കൂടിയിട്ട് ഗർഭം ഒരു രോഗാക്കി മാറ്റി. ഒരു പെണ്ണ് ഗർഭിണിയാന്ന് പറഞ്ഞാൽ അവളൊരു രോഗിയായി മാറി. ചില സ്ഥലത്തൊക്കെ ഗർഭിണിയാന്ന് പറഞ്ഞാൽ ചെയ്ത്താൻ കൂടിയാൽ മതി. എന്തെല്ലാം വിഷമങ്ങൾ. പെണ്ണുങ്ങളെങ്കിൽ ഒരു ബേജാറാണ്. ഒരു പെണ്ണ് ഗർഭിണിയായി എന്ന് പറഞ്ഞാൽ അവളെ ശരീരത്തിൽ വർക്ക് ചെയ്യേണ്ട 34 സെല്ലുകളും ആരോഗ്യപരമായി പ്രവർത്തിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആരും അത് ബേജാറാക്കേണ്ട കേസല്ല. ഈ ദുനിയാവിലുള്ളത് മുഴുവനും പ്രസവിച്ചിട്ടുണ്ടായത് ഞങ്ങൾ 4 ആൾ മാത്രമല്ല പ്രസവിച്ചത്. അല്ലാഹു റബ്ബി. എന്നിട്ട് അതിന് പരിശോധിച്ചോളിയും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. അയിമ തന്നെ നിൽക്കണ്ട. ദീനിയായി ഖുർആൻ ബസ്, ഖുർആൻ മതി എന്ന് പറഞ്ഞതും കൂടി നമ്മളെ മുമ്പിലുണ്ട്. നമ്മൾ നോക്കണ്ടേ? യാ അല്ലാഹ്, 1-ാം മാസത്തിൽ തുടങ്ങിയ പരിശോധിക്കാൻ പ്രസവിച്ചാലും തുടങ്ങിയ പരിശോധന. എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ ഡോക്ടറെ കാണിക്കാൻ പാടില്ല. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, തുള്ളി മരുന്ന് കൊടുത്തില്ലേ? ഇതെല്ലാം ഒന്നിച്ചു കൊടുത്തതാന്ന് പറഞ്ഞു. ഇത് നമ്മളെ കുട്ടികളല്ലേ, തുള്ളി കണക്കാക്കി കൊടുക്കണം, ക്ലാസ്സിൽ ഇഷ്ടം പോലെ കുടിച്ചോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ കൊടുക്കുന്നതാണ്. നമ്മളെ മക്കളല്ലേ ഡോക്ടർ, അതിനിങ്ങനെ തുള്ളി കണക്കാക്കിയിട്ട് കൊടുക്കേണ്ട കാര്യം എന്താ? ഇപ്പോൾ ഡോക്ടർ എന്നെ ഒന്ന് നോക്കി, ഞാൻ മൂപ്പരെ ഒന്ന് നോക്കി, അങ്ങനെ മൂപ്പര് തുള്ളി മരുന്നിൻ്റെ ഗുണമൊക്കെ പറഞ്ഞ് കൊടുക്കണ്ടേ തന്നെ, അത് വേണ്ടാന്നല്ലേ ഞാൻ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അങ്ങനെ കഴിഞ്ഞ് സ്കൂളിൽ ചേർത്തിയപ്പോൾ ആ ഡോക്ടറെ കുട്ടി എൻ്റെ കുട്ടി ഒരു സ്കൂളിൽ തന്നെയാണ്. 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഗ്രൗണ്ടിലുണ്ടൊരു ഓട്ട മത്സരം. ആ ഓട്ട മത്സരത്തിൽ ഇങ്ങനെ ഓടിയിട്ട് എൻ്റെ മോന് ഓടിയിട്ട് ഫസ്റ്റ് തുള്ളിമരുന്നൊക്കെ ഉണ്ട് ബാക്കിൽ അങ്ങനെ വരുന്നത്. അപ്പം ഞാൻ ഡോക്ടർക്ക് കാണിച്ചു കൊടുത്തു, ആ വരുന്ന തുള്ളിമരുന്ന്. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ഈമ തന്നെ നിൽക്കണ്ട. എന്തുകൊണ്ട്? തുള്ളിമരുന്ന് കൊടുക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ഹബീബുന മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ ഫാത്തിമൂന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നബിതങ്ങൾക്ക് മനസ്സിലായി ഫാത്തിമൂന് പ്രസവത്തിന്റെ വേദന തുടങ്ങിയിട്ടുണ്ട്. ഉടനെ നബിതങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. റസൂലുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പുറത്ത് താമസിക്കുന്ന ഫാത്തിമ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ, അപ്പുറത്ത് മറ്റൊരു ബീവി ഉമ്മു സലമയാണെന്ന് ഞാൻ സംശയിക്കുന്നു. 2 സഹോദരിമാരെ റസൂലുള്ള വിളിച്ചു. 2 പെണ്ണുങ്ങളെ വിളിച്ചിട്ട് റസൂലുള്ളാഹി കുടുംബത്തിൽപ്പെട്ട 2 പെണ്ണുങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ഫാത്തിമ, നിങ്ങൾ 2 പേരും വേഗം ഫാത്തിമൂന്റെ അടുക്കലേക്ക് പോകണം. ഫാത്തിമൂന് പ്രസവത്തിന്റെ ലക്ഷണം തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പോയിട്ട് പറയുകയാണ്. ഉമ്മ പറയാനില്ലല്ലോ, വല്യമ്മ ഇല്ലല്ലോ. അള്ളാഹുവിന്റെ റസൂൽ പോയിട്ട് പറയാണ് 2 പെണ്ണുങ്ങളോട്, 2 കുടുംബത്തിൽപ്പെട്ട 2 സഹോദരിമാരോട്, നിങ്ങൾ 2 പേരും ഒന്ന് ഫാത്തിമൂന്റെ അടുക്ക വേഗത്തിൽ പോകണം. യാ ഫാത്തിമ, നിങ്ങൾ 2 പേരും ഫാത്തിമൂന്റെ അടുത്തിൽ പോയിട്ട് നിങ്ങൾ 2 പേരും ഫാത്തിമൂന്റെ അടുത്തിരുന്നിട്ട് ആയത്തുൽ കുർസി ഓതണേ മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, പ്രസവത്തിന്റെ വേദന കെട്ടിയിരിക്കുന്ന പെണ്ണിന്റെ അടുക്ക നിങ്ങൾ ആയത്തുൽ കുർസി ഓതിക്കോ, അത് വേദനക്ക് പരിഹാരമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രസവത്തെ എളുപ്പമാക്കും ആയത്തുൽ കുർസി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രസവത്തിൽ കുട്ടിക്കോ ഉമ്മാക്കോ അപകടം സംഭവിക്കാതിരിക്കാൻ കാവൽക്കാരനാണ് ആയത്തുൽ കുർസി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രസവാനന്തരം ആ കുട്ടിയുടെയോ ഉമ്മയുടെയോ ശരീരത്തിൽ
ശരീരത്തിൽ പിശാചിന്റെ ഉപദ്രവം ഏൽക്കാതിരിക്കാൻ ആയത്തുൽ കുർസി കാവൽക്കാരനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടെ മുത്തുനബി ആയത്തുൽ കുർസിയെ പറ്റി പറഞ്ഞത് നമ്മൾ പഠിക്കേണ്ടതാണ്. പക്ഷെ നമ്മളിപ്പോ ചെയ്യുന്നില്ല. നമ്മൾ അവിടെയല്ലല്ലോ നിൽക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ മോള് ഫാത്തിമോന് പ്രസവത്തിന്റെ വേദനയായപ്പോൾ 2 കുടുംബത്തിലെ പെണ്ണുങ്ങളെ പറഞ്ഞയച്ചിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ ആയത്തുൽ കുർസി ഓതണേ അല്ലാഹ് എന്ന് തുടങ്ങിയിട്ട് വഹുവൽ അലിയുൽ അളീം 18 പ്രാവശ്യം അള്ളാഹുവിന്റെ പേര് ആവർത്തിക്ക. ആയത്തുൽ കുർസി ഖുർആന്റെ നേതാവായ ആയത്താണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി മാന്യമായിട്ട് ഓതുകയാണോ പിശാച് അടുക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. കല്യാണത്തിന് ചോറ് വെക്കാൻ, അല്ലെങ്കിൽ സൽക്കാരത്തിന് ചോറ് വെക്കാൻ, അങ്ങനത്തെ ഒക്കെ സമയത്ത് ഒരു ബേജാറാ. പക്ഷേ വിരുന്നാരെല്ലാം കൂടി വിളിച്ചത് 10 ആള്, വന്നത് 20 ആള്. എന്നാ നമുക്ക് ചോറ് തികയില്ല. ഒരു വിരുന്നാര് വീട്ടിൽ വന്നാൽ പെണ്ണുങ്ങൾക്കാ വലിയ ബേജാറ് അല്ലേ? നമുക്ക് എന്ത് ബേജാറ്? നമുക്കിത് മേശമ കിട്ടുന്നത് പരിപാടി കഴിച്ചേണ്ട പണിയല്ലോ. പെണ്ണുങ്ങൾക്ക് വലിയ ബേജാറ് അല്ലേ? എന്നാ ഒരു പെണ്ണും ബേജാറാകേണ്ടിയില്ല. എന്താ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്? മഹാന്മാരായ ആളുകൾ പഠിപ്പിക്കുന്നുണ്ട്, ചോറ് വെക്കാനുള്ള അരി കഴുകി അത് അടുക്കളയിൽ തിളച്ചു കൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്കാണ്ട് ഇടുമ്പോൾ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. നമ്മൾ പറയുന്നില്ലേ, അരി ഇടാൻ തങ്ങൾ വന്നോട്ടെ, നേർച്ചന്റെ ചോറ് വെക്കുമ്പോൾ അരി ഇടാൻ വേണ്ടിയിട്ട് ഉസ്താദ് വന്നോട്ടെ എന്ന് പറയുന്നത്. എന്ത് ഒരു എന്തിനാ? ആ ചോറ് കരുതിയത് 100 ആളെയാണ്, വന്നത് 150 ആളാണ്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മളെ അള്ളാഹു ഐബാക്കൂല. ആയത്തുൽ കുർസി കൂട്ടിയിട്ട് വെക്കണം. ഇറച്ചി നല്ലോണം കഴുകി അതിങ്ങനെ അടുപ്പത്തേക്ക് വെക്കുമ്പോൾ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ ആയത്തുൽ കുർസിയെ ചേർത്തത് ആ വിഷയത്തിന് ആയത്തുൽ കുർസി നമ്മളെ സംരക്ഷിക്കും. നമ്മളെ വീട്ടിലേക്ക് ഒരു വിരുന്നാര് വരുമ്പോൾ നമ്മൾ ബേജാറാകും. വരാൻ കണ്ട നേരം ഇത്രയും സമയം ഉണ്ടായിട്ട് ഇപ്പ വന്ന് ഇങ്ങനെ ഒന്നും വിഷമിക്കേണ്ടിയില്ല. പെരുന്നാളെല്ലാം വന്നോട്ടെ. നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം ഉണ്ടാകും, അതിൽ തന്നെ ബർക്കത്തുണ്ടാകും. പക്ഷെ എന്ത് വേണം? ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അത് സൂക്ഷിച്ചിട്ട് ചെയ്യാം. നമ്മളെ മാംസമോ നമ്മളെ അരിയോ ഏത് ആഹാരമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ആയത്തുൽ കുർസി ചേർത്തുകൊണ്ട് ഉണ്ടാക്കിക്കോ, അതിൽ ബർക്കത്തുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്കറിയോ? സുബ്ഹാനല്ലാഹ്, റഈസു ആയൽ ഖുർആൻ എന്ന് പറഞ്ഞൊരു കിതാബ് ഈ വലിപ്പുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 100-400 പേജ് ഉണ്ടാവും ആയത്തുൽ കുർസിയെ പറ്റി മാത്രം പറയുന്ന കിതാബ്. സഹോദരിമാരെ, ഖുർആൻ നമ്മളെ കയ്യിലുണ്ട്. നമ്മൾ ആ ഖുർആൻ അമൽ ചെയ്യണ്ടേ? നമ്മൾ ആ ഖുർആൻ വിശ്വസിച്ച് ചെയ്യണ്ടേ? ചെയ്യുന്നത് എന്ത് വേണം? കൽബറിഞ്ഞ് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കയ്യിൽ ഖുർആൻ തന്നത് എന്തിനാണ്? ബസ് ദുനിയാവിലേക്ക് ഇത് മതി, ആഖിറത്തിലേക്ക് ഇത് മതി, ശൈശവത്തിൽ ഇത് മതി, ബാല്യത്തിൽ ഇത് മതി. അല്ലാഹ് എല്ലാ സംഗതിക്കും മതിയായിരിക്കുന്ന വിശുദ്ധ ഖുർആനുണ്ട്. ആ ഖുർആനെ നമ്മൾ സ്വീകരിക്കണ്ടേ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അല്ലാഹുവിന്റെ ഖുർആനിലെ അതിശ്രേഷ്ഠമായ ആയത്ത് ആയത്തുൽ കുർസി ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആയത്തുൽ കുർസി ഇങ്ങനെ ഓതുന്ന സമയത്ത് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദാണ് ഓതുന്നതോടുകൂടെ പിശാചുക്കൾ അങ്ങോട്ട് മാറി നിൽക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ മലായികത്ത് അടുത്തു വന്നു. ഇനി നമ്മൾ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ ഉമ്മമാരെ, വിശുദ്ധ ഖുർആന്റെ പാരായണം നടത്തുന്ന സമയത്ത് നബി തങ്ങൾ തന്നെ അറബികൾക്ക് ഓതിക്കൊടുത്തു. അള്ളാന്റെ റസൂൽ ഓതിക്കൊടുത്തിട്ട് അറബികൾക്ക് ഓതാൻ പറ്റും അല്ലേ? അറബികൾക്ക് ഓതി കൊടുക്കുന്നത് ആരാ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ്, എല്ലാവരും അറബികളല്ലേ. അവർക്ക് ഖുർആൻ ആര് ഓതി കൊടുക്കുക? റസൂലുള്ളാഹി ഓതി കൊടുത്തിട്ട് അത് കേട്ടിട്ട് അതുപോലെ ഓതുക. എന്തേ? അറബിയില് അലിഫ് ലാം മീം സ്വാദ് അത് ചേർത്ത് എഴുതി വെച്ചാൽ അലമസ എന്ന് വായിക്കാൻ അറബികൾക്ക് അറിയില്ലേ? അലിഫ് ലാം മീം സ്വാദ് അങ്ങനെ ഓതണമെങ്കിൽ അത് റസൂലുള്ളാഹി ഓതി കൊടുക്കും. അലിഫും ലാമും മീമും റാവും അവിടെ എഴുതി വെച്ചാൽ അലമറ എന്ന് വായിക്കാൻ അറബികൾക്ക് അറിയാം. അലിഫ് ലാം മീം റാ നേരത്തെ നമ്മൾ ഓതിയപ്പോ സ്വാദ് എന്നാ പറഞ്ഞത്, ഇപ്പോഴോ റാ എന്നല്ല ഓതേണ്ടത്. അപ്പൊ ഓത്തിന്റെ മര്യാദയുണ്ട്.
നമ്മുടെ ഉമ്മമാര് സഹോദരിമാരോടൊക്കെ ഞാൻ പറയുന്നു, ഖുർആൻ ഓതിയിട്ട് പ്രതിഫലം കിട്ടാതാകരുത്. ഓത്ത് നന്നാക്കി ഓതാൻ എന്നെങ്കിലും അതുകൊണ്ട് കാര്യമുണ്ട്. അല്ലാ, ചെറിയ മക്കളെ ഓതാൻ ഏൽപ്പിച്ച് നിങ്ങൾക്ക് സമ്മാനം തരാമെന്ന് പറഞ്ഞു. നമ്മൾ പുറത്തിറങ്ങി ഗേറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോൾ സമ്മാനം വാങ്ങാനുള്ള പൈസ മറന്നു. തിരിച്ചിങ്ങോട്ട് തന്നെ വന്നപ്പോൾ കുട്ടികളെ ഓത്ത് കഴിഞ്ഞിരിക്കണം. യാസീൻ ഓതാൻ ഏൽപ്പിച്ചു. അല്ല, അപ്പം അവരോട് ചല്ല മക്കളെ യാസീൻ ഓതിയോ? ഓ, ഓതിപ്പോയി. അപ്പം അതെങ്ങനെ ഓതിയത്? അത് ഓതിപ്പോയി. എന്നാ പിന്നെ ഒന്ന് ഓതി. അപ്പൊ നോക്കുമ്പോ കുട്ടികൾ ഓതിയല്ലേ, യാസീൻ വൽ ഖുർആനിൽ ഹക്കീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം. ഒരു ശ്രദ്ധയും ഇല്ലാതെ എങ്ങനെയെങ്കിലും ഓതി തീർത്തിട്ട് അതിന്റെ പ്രതിഫലം അല്ലാഹ് തരും എന്ന് ആരും മനസ്സിലാക്കണം. നമ്മളെ ഓത്തുണ്ടല്ലോ, വലഭാഗത്തെ മലക്ക് എഴുതണമെങ്കിൽ നന്നായി ഓതാം. ഈ ഇടഭാഗത്തെ മലക്കാണെങ്കിൽ തെറ്റി ഓതി ആ ഖുർആൻ തെറ്റായിട്ട് ഇടഭാഗത്തെ മലക്ക് എഴുതുമോ? മുപ്പരോട്ട് എഴുതൂല. നാളെ ആഖിറത്തിൽ നമ്മൾ ഓതിയതിന്റെ കൂലി വാങ്ങി ചെന്ന് നോക്കിയാൽ കേട്ടിലും ഉണ്ടാവില്ല, പാട്ടിലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഓതുന്നത് കൃത്യമായിട്ട് ഓതണം. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാരെ, വിശുദ്ധ ഖുർആൻ അല്ലാഹുവും നമ്മളും ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മനസ്സിനെ അലോസരപ്പെടുത്തുന്ന, നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, നമ്മുടെ മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന, നമ്മുടെ മനസ്സിനെ സംഘർഷമാക്കുന്ന, നമ്മുടെ മനസ്സിനിങ്ങനെ പൊറുതികേടായി നിൽക്കുന്ന, നമ്മുടെ മനസ്സിങ്ങനെ പേടിച്ചു നിൽക്കുന്ന എന്തൊക്കെ വിഷയങ്ങളുണ്ടോ, ഒളു എടുക്കുക, 2 റക്അത്ത് നിസ്കരിക്കുക, അള്ളാഹിന്റെ ഖുർആൻ എടുത്തുകൊണ്ട് ഒന്ന് നല്ല പോലെ ഓതി നോക്കൂ. ആ പ്രയാസം ഇങ്ങനെ 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 അങ്ങ് നീങ്ങിപ്പോയിട്ടുണ്ടാകും. വിശുദ്ധ ഖുർആനിൽ ചില പ്രത്യേക സൂറത്തുകളുണ്ട്. 7 പ്രധാനപ്പെട്ട സൂറത്തുകൾ. അള്ളാഹുവിന്റെ റസൂല് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ സൂറത്തുകൾ ഓതാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റ രാത്രിയും ഉറങ്ങിയിട്ടില്ല. ഏതാണ് ആ സൂറത്തുകളൊക്കെ? യാ റബ്ബ് യാ റബ്ബ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, ബഹുമാനപ്പെട്ട സൂറത്തു തബാറക. അല്ലാഹു തആല തബാറക കൊടുത്ത ശേഷം നബി തങ്ങൾ തബാറക ഓതാതെ ഒരൊറ്റ ദിവസവും ഉറങ്ങിയിട്ടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്. തബാറക ഇങ്ങനെ നല്ല പോലെ ഓതണം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. എന്തൊരു ചന്തമുള്ള ആയത്താണ്. അല്ലാഹുവിന്റെ റസൂലും സ്വഹാബാക്കളും ഒരു വഴിക്ക് ഇങ്ങനെ യാത്ര ചെയ്തു പോവുകയാണ്. കുറെ യാത്ര ചെയ്തെത്തിയപ്പോൾ ഇടയ്ക്ക് ഒരു മരുഭൂമിയുള്ള ഏരിയയിൽ വിശ്രമത്തിന് വേണ്ടി ഇറങ്ങി. സ്വഹാബാക്കളെല്ലാം വിശ്രമ സമയത്ത് അവരെ കയ്യിലെ ചെറിയ ടെന്റുണ്ട്. ആ ടെന്റിന്റെ നടുക്കിങ്ങനെയാണ്, നമ്മളിപ്പോ ഈ പുതിയ ഈ കൂൾ ബാറിലൊക്കെ അല്ലേ ഒരു കുട ഇങ്ങനെ നിർത്തി വെച്ചിട്ട് ഇല്ലേ, അതുപോലെ തന്നെ ടെന്റ് എന്ന് പറയും. ആ ടെന്റ് ഇങ്ങനെ നടുക്ക് ഒരു ഇരുമ്പിന്റെ വടി ഇങ്ങനെ താട്ടിയിട്ട് ഇങ്ങനെ, അതാണ് ചെറിയ ടെന്റ്. ഒരു സ്വഹാബി പറയുന്നു നബി തങ്ങളോട്, നബിയെ, എനിക്ക് വിശ്രമിക്കാൻ വേണ്ടി ഞാൻ ടെന്റിന് കാല് നാട്ടിയപ്പോൾ അതൊരു കബറിന് മുകളിലായി പോയി. അത് കബറാണ് എന്ന് എനിക്കറിയില്ല. ആ കബറിന് മുകളിലേക്ക് ഈ ടെന്റിന്റെ കാലങ്ങ് എത്തിയപ്പോൾ അല്ലാ അടിയിൽ നിന്നൊരു സൗണ്ട് ഇങ്ങനെ കേട്ടു. അപ്പൊ ഞാനിങ്ങനെ ചെവി താഴ്ത്തിപ്പിടിച്ചു നബിയെ. ചെവി ഇങ്ങനെ താഴ്ത്തിപ്പിടിച്ച് നോക്കുമ്പോൾ ഖുർആൻ ഓതുകയാണ്. ഖബറിൽ നിന്നൊരാൾ ഖുർആൻ ഓതുകയാണ്. ആ ഓത്തിങ്ങനെ കേട്ടപ്പോ ഞാനിങ്ങനെ ചെവി താഴ്ത്തിപ്പിടിച്ചപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ തബാറക സൂറത്ത് മുഴുവനും അയാൾ ഖബറിൽ നിന്ന് ഓതുന്നത് ഞാൻ കേട്ടു. തബാറക സൂറത്ത് മുഴുവനും ഓതി തീർന്നു. അപ്പാ സ്വഹാബി ഓടി ഇലാ ഹദറത്ത് റസൂലില്ലാഹ്, മുത്തനബിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ ആ ഖബറിൽ നിന്ന് ഖുർആൻ ഓത്ത് കേട്ടു. റസൂലുള്ളാഹി ചോദിച്ചു, ഏതാ നീ കേട്ടത്? ആ സ്വഹാബി പറഞ്ഞു, ഞാൻ തബാറക്കയാണ് കേട്ടത്. തബാറക മുഴുവനും അദ്ദേഹം ഓതുന്നത് ഖബറിൽ വെച്ച് ഞാൻ കേട്ടു. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സന്തോഷ വാർത്ത നമ്മളൊക്കെ പഠിക്കണം. ഖബറിൽ നമ്മൾ ഒറ്റക്ക് കിടക്കുകയാണ്. അടുത്തടുത്ത് ഖബറുകൾ ഉണ്ടെങ്കിലും ഒരു ഖബറിന്റെ സ്ഥിതി മറ്റൊരാൾക്ക് അറിയില്ലല്ലോ. അവിടെയാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, മോനെ, ആ ഖബർ ഏതാണെന്നറിയോ? ഹിയൽ മുൻജിയത്തു ഹിയൽ മാനിയത്തു തുൻജീഹി മിൻ അദാബിൽ ഖബർ. സദഖ റസൂലുള്ളാഹി.
അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോനെ അത് തബാറക സൂറത്താണ്. ആ സൂറത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അത് ഹിയൽ മുൻജിയതു ഹിയൽ മാനിഅതു. നരകത്തിന്റെ പുക പോലും ഖബറിലേക്ക് വരാൻ അനുവദിക്കാതെ അതിനെ തടഞ്ഞു നിർത്താൻ ശക്തിയുള്ള സൂറത്താണത്. സ്വർഗത്തിലേക്ക് കൈപിടിച്ച് രക്ഷപ്പെടുത്തുന്ന സൂറത്താണത്. മാത്രമല്ല തുൻജീഹി മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ മണ്ണ്, ഖബറിന്റെ പുഴുക്കൾ, ഖബറിന്റെ മറ്റുള്ള ഒരു അദാബും തബാറക പതിവുള്ള ആളെ ശരീരത്തിൽ ഖബറിന്റെ ഒരു ബുദ്ധിമുട്ടും ഏൽക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. സഹോദരിമാരെ, തബാറക സൂറത്തിന് 30 ആയത്താണ്. സുബ്ഹാനല്ലാഹ്. ആ സൂറത്തിലുള്ളത് 1313 ഹർഫുകളാണ്. 1313 ഹർഫാണ് തബാറക. ഒരു ഹർഫ് ഓതിയാൽ ഒന്നിന് 10 പ്രതിഫലം കിട്ടും. 1313 10 എത്രയായി? വിശേഷിച്ച് പണിയൊന്നുമില്ലല്ലോ, പോയി കണക്കൂട്ടി നോക്കി. അപ്പൊ എല്ലാം എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ നിൽക്കണ്ട. അപ്പൊ അല്ലാഹു തആല നമുക്ക് ഖൈർ തരട്ടെ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഒരു ഹർഫ് ഓതുമ്പോൾ നമ്മുടെ മനസ്സിൽ റബ്ബേ ഇത് ഒന്നിന് 10 കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയിൽ ഓതണം. അള്ളാഹു എന്നെ കൈയൊഴിക്കുകയില്ല. ആ തബാറക സൂറത്ത് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബാറക ഓതാതെ ഒരു ദിവസവും ഉറങ്ങിയിട്ടില്ല. കഴിഞ്ഞ കാല ജീവിതത്തിലുള്ള മഹാന്മാരുടെ മുഴുവനും ചരിത്രം അങ്ങനെയാണ്. എന്നിട്ട് റസൂലുള്ളാഹി 2 സൂറത്തിനെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. വദിത്തു അൻ യകൂന ഖൽബ കുല്ലി ഇൻസാനി മിൻ ഉമ്മത്തി. എന്റെ ഉമ്മത്തിലെ എല്ലാ ആണ് പെണ്ണുങ്ങളെ ഹൃദയത്തിലും ആ സൂറത്ത് മനപ്പാഠമുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പറയാലോ, എന്റെ ഒരു ആഗ്രഹമാണ്, എന്റെ ഒരു ആഗ്രഹമാണ്, എന്റെ ഒരു ആശയാണ്, എന്റെ ഒരു പൂതിയാണ് എന്നിങ്ങനെ പറഞ്ഞു. ആ പൂതിയും ഒരാഗ്രഹവും ഉമ്മത്തികളെ മുമ്പിൽ റസൂലുള്ളാഹി വെച്ചതെന്താ? തബാറക എല്ലാവരുടെ ഹൃദയത്തിലും ഉണ്ടാകുക. മറ്റൊരു സ്ഥലത്ത് റസൂലുള്ളാഹി ഇതേ ഹദീസ് പറഞ്ഞിട്ടുണ്ട് യാസീൻ സൂറത്തിനെ പറ്റി. വദിത്തു അൻ യകൂന ഖൽബ കുല്ലി ഇൻസാനി മിൻ ഉമ്മത്തി. എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരുടെ ഹൃദയത്തിലും, അവിടെയൊക്കെ ആണ് പെണ്ണ് വേർതിരിക്കാതെ ഇൻസാൻ, എല്ലാ മനുഷ്യന്മാരുടെ ഹൃദയത്തിലും തബാറക ഉണ്ടാവുക, യാസീൻ ഉണ്ടാവുക. ആരെങ്കിലുമൊക്കെ ചാനൽ ചർച്ചയൊക്കെ നടത്തിയിട്ട് ഇങ്ങനെ ബേജാറാക്കണമെന്ന് ബേജാറായിരിക്കണ്ട. അല്ലാഹു തആല നമ്മളെ കയ്യിൽ നല്ല ഡിഫൻസ് തന്നിട്ടുണ്ട്. അല്ലാഹു തആല നമ്മളെ കയ്യിൽ നല്ല കാവൽക്കാരനെ തന്നിട്ടുണ്ട്. നല്ല കാവൽക്കാരനെ അല്ലാഹു തആല തന്നിട്ടുണ്ട്. ഓ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനുകളെ, നമ്മളത് ഉപയോഗിക്കണം. ഒരിക്കൽ ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹു, സ്വഹാബാക്കളിൽ പ്രധാനപ്പെട്ട ചരിത്രമുള്ള ആളാണ് അബൂദർദാ തങ്ങൾ. വലിയ പാണ്ഡിത്യമുള്ള സ്വഹാബിയാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹു അങ്ങാടിയില് നടുവിൽ ഒരു സ്ഥലത്താണ് മൂപ്പരെ പള്ളിയും വീടും ഒക്കെ ഉള്ളത്. ഇപ്പോഴും മൂപ്പരെ ഖബർ സിയാറത്തിന് വേണ്ടി ഈജിപ്തിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും. ബഹുമാനപ്പെട്ടവരുടെ മക്കാമ് അങ്ങാടിന്റെ ഹൃദയത്തിലാണ്. ഇപ്പുറത്തെ ട്രെയിന്, അപ്പുറത്തെ ബസ്, അങ്ങനെ നിറഞ്ഞു നിൽക്കണ അങ്ങാടിന്റെ സെന്ററിൽ. അപ്പോ അബൂദർദാ റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇങ്ങനെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്നത്തെ കാലത്തെ വീട് എന്ന് പറഞ്ഞാൽ ഈത്തപ്പനയുടെ ഓല കൊണ്ട് കെട്ടിയുണ്ടാക്കിയ വീടാണല്ലോ അന്നത്തെ. പഴയ കാലത്തൊക്കെ നമ്മളതിലൊക്കെ വീട് ഏതാ? ഓലന്റെ വീട് ഇല്ലേ? ഇതേപോലെ പഴയ കാലത്തെ ഈത്തപ്പനയുടെ ഓല കൊണ്ട് മീൻ മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റ് ഓല കൊണ്ട് കെട്ടിയുണ്ടാക്കിയത്. അവിടുത്തെ ചന്ത നടക്കുന്ന സ്ഥലമുണ്ട്, അത് ഓല കൊണ്ട് കെട്ടിയുണ്ടാക്കിയതാണ്. അതിനിടക്കന്നെയാണ് ആരെ വീട്? അബൂദർദാ തങ്ങളുടെ വീട്. അവിടെ മാർക്കറ്റിൽ തീ പിടിച്ചു, ഒന്നായിട്ട് തീ കത്തുക. തീ ഇങ്ങനെ കത്തുന്നത് കണ്ടപ്പോൾ ആളുകൾ പള്ളിയിലേക്ക് ഓടി വന്നു. പള്ളി ഓടി വന്നിട്ട് പറഞ്ഞു, ഇഹ്തറക ബൈതുക യാ അബൂദർദാ, അബൂദർദാ തങ്ങളെ നിങ്ങളെ വീടിന് തീ പിടിച്ചിരിക്കുന്നു. വീട് തീ പിടിച്ചു എന്ന് പറഞ്ഞാൽ ബേജാറില്ലാത്ത ആരെങ്കിലും ഉണ്ടാവും? എന്തെല്ലാം ആലോചിക്കാനുണ്ട്. പടച്ചോനെ, ഉപ്പ സുഖമില്ലാണ്ട് കിടക്കുന്നുണ്ട്, ഉപ്പാക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റുമോ? ഭാര്യ പ്രസവിച്ച് കിടക്കുന്നുണ്ട്, കുട്ടിക്ക് വല്ലതും പറ്റുമോ? അവൾക്ക് എന്തെല്ലാം ആലോചിക്കാനുണ്ട്. ആകെ നമ്മളെ സ്ഥലത്തിന്റെ ആധാരോ അടിയാധാരോ അല്ല എവിടെയുള്ളത്? അത് വീട്ടിലുള്ളത്, അത് കത്തിപ്പോയോ? എന്തെല്ലാം ബേജാറുണ്ട്. ഇല്ലേ, പെണ്ണുങ്ങൾക്കാണെങ്കിൽ ആകെ ഒരു പവന്റെ പണ്ടേ ഉള്ളൂ, അത് ഉരുകിപ്പോയോ? ഇങ്ങനെ പല സംഗതികളും ഉണ്ട് അല്ലേ? ഓരോരുത്തരും അവനാൻ അത്യാവശ്യമുള്ളതിനെ പറ്റിയല്ലേ ആലോചന വരിക. അബൂദർദാ തങ്ങൾ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങാടി തീ പിടിച്ചത് കണ്ടിട്ട് ആളുകൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ വീടിന് തീ പിടിച്ചിരിക്കുന്നു. അപ്പോഴേക്ക് ശിഷ്യന്മാരൊക്കെ ഓടി.
അബൂദർദാ തങ്ങൾ ഒരു സെക്കൻഡ് ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, മഹ്തറക ബൈത്തി, എൻ്റെ വീട് കത്തിപ്പോകാൻ സാധ്യതയില്ല. വീട് തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടിട്ട് ആളുകൾ വന്നിട്ട് തീ പിടിച്ചു എന്ന് പറഞ്ഞ മൂപ്പര് പറഞ്ഞു, എൻ്റെ വീട് തീ പിടിക്കാൻ സാധ്യതയില്ല. സുബ്ഹാനല്ലാഹ്. ആളുകൾ തീയൊക്കെ അണച്ച് തിരിച്ചു വന്നിട്ട് ആളുകൾ വന്നിട്ട് അബൂദർദാ തങ്ങളോട് പറഞ്ഞു, അബൂദർദാ തങ്ങളെ, ചുറ്റുഭാഗത്തുള്ള ചന്തയും മാർക്കറ്റും ഒക്കെ കത്തിയിട്ടുണ്ട്, അതിന്റെ മധ്യത്തിലുള്ള നിങ്ങളെ വീടിന്റെ ഒരു ഓല പോലും കരിഞ്ഞിട്ടില്ല. എന്നിട്ട് അവര് ചോദിച്ചു, അല്ല വീട് തീ കത്തി എന്ന് പറയുമ്പോൾ ആർക്കും ബേജാറുണ്ടാകും, നിങ്ങൾക്ക് എന്തേ ഒരു ബേജാറും ഇല്ലാതിരുന്നത്? നിങ്ങൾ കൂളായിട്ട് എൻ്റെ വീട് കത്തിയിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ, അതെന്താ? ഇത് നമ്മൾ പഠിക്കണം. ആ സമയത്ത് അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട്, മോനെ അബൂദർദാ, നിനക്ക് ഞാൻ ഒരു ദിക്ർ തരാം. ആ ദിക്ർ നീ പതിവാക്കുകയാണോ, സുബഹിക്ക് ശേഷം അത് ചൊല്ലിയാൽ വൈകുന്നേരം വരെ നിനക്കൊരു മുസീബത്ത് ഉണ്ടാവൂല. മഗ്രിബിക്ക് ശേഷം നീ അത് ചൊല്ലിയാൽ നേരം പുലരുന്നത് വരെ നിനക്കൊരു മുസീബത്ത് ഉണ്ടാവൂല. അള്ളാന്റെ റസൂൽ അങ്ങനത്തെ ഒരു ദിക്ർ എനിക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വീട് തീ പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബേജാറായിക്കൊണ്ട് ഒറ്റ നോട്ടം, ഇന്ന് ഞാൻ ആ ദിക്ർ ചൊല്ലിയോ ചൊല്ലിയില്ലേ? ചൊല്ലിയിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പായപ്പോൾ അള്ളാൻ റസൂൽ പറയാ, അത് ചൊല്ലിയാ മുസീബത്ത് ഉണ്ടാകൂല. നിങ്ങൾ എന്നോട് പറയാൻ നിനക്ക് മുസീബത്ത് പറ്റി, ഞാൻ നിങ്ങളെ വിശ്വസിക്കണോ റസൂലുള്ളാഹിനെ വിശ്വസിക്കണോ? അതാണ് ഈ നബി തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് ചൊല്ലിയാൽ നിനക്ക് കാവലാണ്. ഏതാണ് ആ ദിക്ർ? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അഅ്ബുദുക വഅന അലാ അഹദിക വഅദിക മസ്തതഅതു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലീ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. എന്തിനാണ് ഓർമ്മപ്പെടുന്നത്? ഓ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, ദിക്റുകൾക്കും ദുആകൾക്കും ഖുർആനുമൊക്കെ അതിൻ്റെതായ പ്രതിഫലം ഉണ്ട്, ശക്തിയുണ്ട്.